നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ച് നടപ്പിലാക്കുമെന്നും ഭവന നിർമ്മാണത്തിനായി സ്വന്തമായി സ്ഥലമില്ലാത്ത ഗോത്രവർഗ വിഭാഗക്കാർക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആര്യടൻ ഷൌക്കത്ത് MLA നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വികാസ് വിഷൻ 2040 സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗോത്രവർഗ വിഭാഗം അവശ്യരേഖ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതുപോലെ എല്ലാ മണ്ഡലത്തിലും MLA-മാർ നിശ്ചയദാർഢ്യത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്ത് നമുക്ക് നടത്തിക്കാൻ കഴിയാത്ത ഒരു പരിപാടിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇവിടെ കക്ഷി രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടി ഇത്ര വലിയ ഭംഗിയായി, ഇത്രയധികം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ നടക്കുമ്പോഴും നമുക്കിത് വളരെ ഭംഗിയായിട്ട് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇതിന്റെ പുറകിലുള്ള ആ മഹത്തായിട്ടുള്ള ലക്ഷ്യം കൊണ്ടാണ്. വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ പ്രളയ സമയത്ത് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വീട് നമ്മൾ വകുപ്പിൽ നിന്ന് കൊടുത്താൽ പിന്നീട് അത് കൊടുക്കണമെങ്കിൽ ഒരു നിശ്ചിത കാലപരിധി കഴിഞ്ഞാലേ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുള്ളൂ. പക്ഷെ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നൂലാമാലകളിൽപ്പെട്ട് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് എത്തേണ്ട ഏറ്റവും അത്യാവശ്യം എത്തിക്കേണ്ട വികസനം എത്തിക്കാതിരിക്കില്ല വകുപ്പും സർക്കാരും എന്നുള്ളതാണ് MLA ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുൻപൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അട്ടപ്പാടി, അതുപോലെ തന്നെ നെല്ലിയാമ്പതി, അതുപോലെ വയനാട് ഉൾപ്പെടെയുള്ള വളരെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയകൾ പ്രഖ്യാപിക്കുമ്പോൾ നിലമ്പൂർ പലപ്പോഴും വിട്ടുപോകാറുണ്ട് എന്നൊരു സങ്കടം MLA പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിലമ്പൂർ ഇനി എന്ത് പദ്ധതി സംസ്ഥാനത്ത് നമ്മുടെ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും അതിൽ നിലമ്പൂർ അറിയാതെ പോലും വിട്ടുപോകില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാ മേഖലയിലുമുള്ള ജനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. നിലമ്പൂർ നഗരസഭ വഴിക്കടവ്, പോത്തുകൽ, എടക്കര, ചുങ്കത്തറ, മൂത്തേടം, കരുളായി, അമരമ്പലം പഞ്ചായത്തുകളിലുള്ള ഗോത്രവിഭാഗങ്ങൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രേഖകൾക്കായി എത്തുന്നവർക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി മരുന്നുകളും നൽകി. ഉന്നതികളിൽ നിന്നായി ആദിവാസികളെ എത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യങ്ങളടക്കം വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. വനത്തിനുള്ളിലെ ആദിവാസി ഉന്നതികളിലുള്ളവരെ വനം വകുപ്പിന്റെ വാഹനങ്ങളിലാണ് എത്തിച്ചത്. വനത്തിനു പുറത്തുള്ള ആദിവാസികളെ എത്തിക്കുന്നതിനുള്ള ചുമതല അതത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. അദാലത്തിനെത്തുന്നവർക്ക് പ്രഭാത ഉച്ചഭക്ഷണ സൗകര്യവും ഒരുക്കിയിരുന്നു. നിയോജക മണ്ഡലത്തിലെ 7000-ഓളം പട്ടികവർഗ വിഭാഗക്കാരെ നേരിൽ കണ്ട് സർവേ നടത്തിയാണ് അവശ്യരേഖകൾ ഇല്ലാത്തവരുടെ പട്ടിക തയ്യാറാക്കിയത്. പട്ടികവർഗ വകുപ്പ്, റവന്യൂ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, IT വകുപ്പ് എന്നിവ ചേർന്നാണ് അദാലത്ത് നടത്തിയത്. അദാലത്തിനെത്തുന്നവർക്ക് സഹായത്തിനായി 400-ഓളം സന്നദ്ധ പ്രവർത്തകരെയും ഒരുക്കിയിരുന്നു.